വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജ്യമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ദൈവക്കളെ, പാപം മാറും, മദ്യപാനം മാറും, ഏത് കലഹവും മാറും, ഏത് കോപവും മാറും. നീ ശാന്തനാകും. സമാധാന ദേശയോടുകൂടെ എനിക്ക് ജീവിച്ച് മതിയായി. നീ തന്നെ പറയണം, എനിക്ക് മദ്യപിച്ച് മതിയായി എന്ന്. എനിക്ക് മദ്യപിച്ച് മതിയായി. എനിക്ക് പിണങ്ങി മതിയായി. എനിക്ക് മാറിക്കിടന്ന് മതിയായി. എനിക്ക് കുടുംബത്തെ നശിപ്പിച്ച് മതിയായി.
സ്വന്തം ഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായു അത്രേ. കുടുംബത്തെ കലക്കിയാൽ കൊടുങ്കാറ്റാണ് സഹോദര. കുടുംബ ബന്ധങ്ങളെ കയറി തൊട്ടാൽ കൊടുങ്കാറ്റാണ്. കുടുംബ ബന്ധങ്ങളെ വലച്ചാൽ നീ കൊടുങ്കാറ്റുണ്ടാക്കും. നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ മക്കൾക്ക് നീ കൊടുങ്കാറ്റുണ്ടാക്കും. സ്വന്തം ഭവനത്തെ വലയ്ക്കരുത്. ഒരു കുറവുമില്ലാത്തൊരു ഭാര്യയുമില്ല, ഒരിക്കലും ദുഃഖിപ്പിക്കാത്തൊരു ഭർത്താവില്ല, ഒരിക്കലും ഇച്ഛാഭംഗം വരാത്ത ഒരു ദാമ്പത്യമില്ല. ഞാൻ ഉറപ്പിച്ച് പറയുക, ഒരു കുറവുമില്ലാത്ത ഒരു ഭാര്യ ഇന്ന് വരെ ഈ ലോകത്തുണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ദുഃഖിപ്പിച്ചിട്ടില്ലാത്ത ഭാര്യയെ ദുഃഖിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭർത്താവും ഈ ലോകത്തുണ്ടായിട്ടില്ല. ഒരു ദിവസം പോലും ഒരു ഇച്ഛാഭംഗം, അയ്യോ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, ആ അനുഭവം ഇല്ലാത്ത ഒരു ദമ്പതിമാരുമില്ല. നിന്റെ ദാമ്പത്യത്തെ കലക്കിയിട്ട് മറ്റാരെങ്കിലും വന്ന് നിന്നെ രക്ഷിക്കുമെന്ന് ഒരു കാലത്തും വിചാരിക്കരുത്. ഒരു കാലത്തും അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലൊരു യുവതി എൻ്റെ അടുക്കൽ വരികയുണ്ടായി. ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി. ആ യുവതി എന്നോട് ചോദിക്കുക, സാറേ എന്നെ വീട്ടിൽ കൊണ്ടേയാക്കി, ഭർത്താവ് പിന്നെ വന്നില്ല, കൊല്ലങ്ങൾ കഴിഞ്ഞു, 10-15 കൊല്ലമായി വരുന്നില്ല. അവരെന്നോട് ഒന്ന് ചോദിക്കുക, സാറേ അപ്പോൾ എൻ്റെ കല്യാണം നടത്തിയത് സാറേ ഇന്ന പള്ളിയിൽ വെച്ച ഇന്ന തിരുമേനിയാ? എന്നോട് ചോദിക്കുക. ആ തിരുമേനിക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ സാറേ, ഈ കല്യാണം കഴിച്ചതിന് പിന്നെ നന്നാക്കി തരാൻ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇത്ര മണ്ടിയാണോ നീ? കല്യാണം കഴിച്ചു വിട്ട അച്ഛന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കല്യാണം കഴിച്ചു വിട്ട അച്ഛന് നിന്റെ കുടുംബ സമാധാനത്തിന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ അവിടെ? ഞാൻ ഒഴിവായിരിക്കുന്നു എന്നും പറഞ്ഞാൽ കെട്ടിച്ചു വിട്ടത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൈ പിടിപ്പിച്ചങ്ങ് മാറിയതവര്. അച്ഛനൊന്നും ഒരു താല്പര്യമില്ല, അവർക്കൊരു കാര്യമില്ല. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ ഭർത്താവ് നിന്റെയാണ്, നിന്റെ ഭാര്യ നിന്റെയാണ്, അത് നിനക്കുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ടിണങ്ങിയ ദാമ്പത്യം അത് മതി എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയും, ഒരു കാലത്ത് ഞാൻ പറയും മനസ്സുകൊണ്ടിണക്കമുണ്ടെങ്കിൽ കല്യാണം നടത്താം. എന്നാൽ ഇന്ന് ഞാൻ പറയും മനസ്സുകൊണ്ടിണങ്ങിയാലും പോരാ, ആത്മാവിലിണക്കം വേണം. ആത്മാവിലിണക്കം വേണം. ആത്മാവ് കൊണ്ട് വണങ്ങണം, ആത്മീയ വഴിയിൽ വണങ്ങണം. എങ്കിൽ മാത്രമേ ദാമ്പത്യം സന്തോഷമുള്ളതായി മാറുകയുള്ളൂ. ദാമ്പത്യത്തിൻ്റെ പിന്നിൽ സമർപ്പണങ്ങളുണ്ട്. ദാമ്പത്യം പെണ്ണ് കെട്ടിയിട്ട് പിന്നെ സുഖമായി ഇങ്ങനെ കഴിയുകയല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സന്തോഷം വന്നുകൊണ്ടിരിക്കുകയല്ല. ഏത് പെണ്ണിനെ കെട്ടിയാലും കരയേണ്ടി വരും, ഏത് ചെറുക്കനെ കെട്ടിയാലും കരയേണ്ടി വരും, ഏത് വീട്ടിൽ ചെന്ന് കേട്ടാലും വഴക്ക് വെക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവർ, അതെല്ലാം സത്യമാണ്. പക്ഷേ ദാമ്പത്യത്തിൻ്റെ പിന്നിൽ സമർപ്പണമുണ്ട്. ഒന്ന്, ഭാര്യയുടെ ശരീരം ഭർത്താവിനും, ഭർത്താവിൻ്റെ ശരീരം ഭാര്യയ്ക്കും. ഇതിനിടയിൽ ഒരു അന്യജഡം വരാൻ പാടില്ല. ഒരു സമർപ്പണമുണ്ട് അവിടെ. ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീ വരാൻ പാടില്ല. രണ്ടാമത്, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കും, ഞാൻ എൻ്റെ ഭർത്താവിനെ സഹായിക്കും എന്നുള്ളതായ സമർപ്പണം അവിടെ ഉണ്ടാകണം. ഞാൻ എൻ്റെ ഭർത്താവിനോട് സഹകരിക്കും, ഞാൻ എൻ്റെ ഭാര്യയോട് സഹകരിക്കും എന്നുള്ളതായ സമർപ്പണം ഉണ്ടാകണം. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം എൻ്റെയും സന്തോഷമാണ്, എൻ്റെ ഭാര്യയുടെ സന്തോഷം എൻ്റെയും സന്തോഷമാണ്. പരസ്പരമുള്ള സന്തോഷത്തിന് സമർപ്പണം ഉണ്ടായിരിക്കണം, അതിനുറപ്പുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഞാൻ മുഖാന്തരം സ്വർഗത്തിലെത്തണം, എൻ്റെ ഭർത്താവ് ദൈവരാജ്യത്തിലെത്തണമെന്നുള്ള ആഗ്രഹം ഭാര്യയ്ക്കുണ്ടായിരിക്കണം, ഭർത്താവിനുണ്ടായിരിക്കണം. എൻ്റെ ഭാര്യ സ്വർഗത്തിലെത്തണമെന്നുള്ള ആഗ്രഹം ഭർത്താവിനുണ്ടായിരിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 5 സമർപ്പണങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. 1, ശരീരം കൊണ്ടുള്ളതായ സമർപ്പണം. 2, സഹായിക്കുമെന്നുള്ള സമർപ്പണം. 3, സഹകരിക്കുമെന്നുള്ളതായ സമർപ്പണം. 4, സന്തോഷം പങ്കുവയ്ക്കുമെന്നുള്ളതായ സമർപ്പണം. 5, ആത്മാവിലുള്ളതായ സമർപ്പണം. ദൈവമക്കളെ, ഇതെല്ലാം പാലിച്ചാലാതെ കുടുംബം നന്നാവില്ല. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 5-6 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ 7-ാം അധ്യായം 5-6 വാക്യം നമുക്ക് വായിക്കാം. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് മീഖാ പ്രവാചകൻ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു കുടുംബം എങ്ങനെയെന്ന്. വായിച്ചു കേൾക്കാം. മീഖാ 7-5-6 വാക്യം. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, കൂട്ടുകാരനെ വിശ്വസിക്കരുത്. സ്നേഹിതനിൽ ആശ്രയിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം
നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആ കാലത്ത് തന്നെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തതാ. സമാധാനത്തോടെ ജീവിക്കണമോ, സന്തോഷത്തോടെ ജീവിക്കണമോ, ഇതെല്ലാം പാലിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കരുത്, കൂട്ടുകാരിൽ ആശ്രയിക്കരുത്, സഹോദരനിൽ ആശ്രയിക്കരുത്. സ്വന്തം ഭാര്യയോട് പോലും എല്ലാം തുറന്നു പറഞ്ഞുള്ളതായ വഴിയല്ല. വായിക്കാം. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്തു നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. അവന്റെ വീട്ടുകാർ തന്നെ. കുടുംബ ബന്ധങ്ങൾ ഒലഞ്ഞു. ദൈവമക്കളെ, ആ കാലത്ത് തന്നെ പാപം മനുഷ്യനിലേക്ക് കയറിയപ്പോൾ സമൂഹം ഒലഞ്ഞു, കുടുംബ ബന്ധങ്ങൾ ഒലഞ്ഞു. അതിന്റെ പ്രത്യാഘാതം എല്ലാ രംഗത്തുമുണ്ട്. എല്ലാ രംഗത്തും ആ തകർച്ചകളുണ്ട്. കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. വിശ്വസ്തന്മാരില്ല മനുഷ്യപുത്രന്മാരിൽ. തുറന്ന് സംസാരിക്കാൻ തന്നെ ഭയമാണ്. ചെറിയ വാക്ക് പോലും വലിയ മീനിങ് ഉണ്ടാക്കുകയാണ്. ചെറിയ അഭിപ്രായങ്ങൾ പറയുന്നത് വലിയ തീരുമാനങ്ങളായി മാറുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. സ്വന്തം ഭാര്യയോട് പോലെ സംസാരിക്കുമ്പോൾ ശാന്തത വരുത്തിയിട്ട് വേണം സംസാരിക്കാൻ. ഭർത്താവിൻ്റെ അടുക്കൽ സംസാരിക്കുമ്പോഴും വായിൽ വന്നതൊക്കെ വിളിച്ചു പറയരുത്. വാഗണ്ട് തോന്നുന്നതെല്ലാം വിളിച്ചു പറയരുത്. മകൻ അപ്പനെ എതിർക്കും, അമ്മായിമ്മ മകളോട് എതിർക്കും. ആത്മീയമായി നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളാണ്. പുറമേ ഒരു പാപത്തിനും പോകാത്തവരുടെ കുടുംബത്തിലെ സമാധാനമാണ്. കുടുംബ ബന്ധങ്ങളാണ് അനേകരെ നരകത്തിലെത്തിക്കാൻ പോകുന്നത്. നരകത്തിലെത്തിക്കഴിഞ്ഞ അനേകരും കള്ളുഷാപ്പ് വഴിയൊന്നും അല്ലാത്താൻ പോണത്, വേശ്യാലയം വഴിയൊന്നും അല്ലാത്താൻ പോണത്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച്, അമ്മായിമ്മയും മരുമകളുമായി ജീവിച്ച്, സഹോദരങ്ങളും സഹോദരിയുമായി ജീവിച്ചാണ് അനേകരും നരകത്തിലെത്താൻ പോകുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാൻ മേല. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് അപ്പോസ്തലന്മാർ 2 പേർ ഓടി വന്നു. പുറകെ മഗ്ദലക്കാരത്തി മറിയയും വന്നു. മറ്റവരെ കണ്ടിട്ട് പോയി. മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കൽ നിന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം. നമുക്ക് വായിച്ചു നോക്കാം. 20-ാം അധ്യായം 15-16 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-16 നമുക്ക് വായിച്ചു നോക്കാം. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നുവെന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ പ്രഭാതത്തിൽ മഗ്ദലക്കാരത്തി മറിയ ആ കല്ലറയ്ക്കൽ തന്നെയുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ വന്നിട്ട് അവരങ്ങ് തിരിച്ചുപോയി. മറിയ അവിടെ നിൽക്കുക. അപ്പതാ ഒരാൾ വരുന്നു. അയ്യോ, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. കർത്താവിനെ അടക്കിയത് തോട്ടത്തിലാണ്, അതുകൊണ്ട് തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിരിക്കും എന്ന് കരുതി മറിയ വിളിച്ചു, നീ തോട്ടത്തിൻ്റെ ഉടമസ്ഥന എവിടെയാ കൊണ്ടുപോയി വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈ മൃതശരീരം കൊണ്ടുപോയി എവിടെയാ കൊണ്ടുപോയി വെച്ചേക്കണേന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അതിന് ഒളിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. കാരണം എനിക്ക് അത്ര സ്നേഹമാണ് അവനോട്, അത്ര സ്നേഹമാണ്. അതുകൊണ്ട് ആ മൃതശരീരം മതി എനിക്ക്. അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ വേണ്ട. അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് തരുന്ന യേശുവിനെ, ആ യേശുവിനെ എനിക്ക് വേണ്ട. അത് ഇല്ല, കുഴപ്പമില്ല. മരിച്ചുപോയ യേശുവിനായാലും മതി, എനിക്ക് ആ യേശുവിനെ മതി. എവിടെയാ കൊണ്ടേ വെച്ചേക്കണേന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. യേശു അവളോട് ചോദിച്ചു, എന്താ പറയുന്നത്? യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികതാൻ ജീവന്താ പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ. തൊട്ടിടരുതെന്നെ താതാന്തികമേറിയിട്ടില്ല, മഹിമയോടെ കബറിന്നെഴുന്നേറ്റേനെന്നേവോ ശിഷ്യന്മാരോടായി നീ ഘോഷിക്ക. പ്രിയപ്പെട്ടവരെ, ആ ഒരു കുഞ്ഞു വാക്യം അറിയാമേ,
ആ കുഞ്ഞു വാക്യം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പിതാക്കന്മാർ എഴുതിയ പാട്ടാണ്. ആ ഒരു കുഞ്ഞു വാക്യം, ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഭാപിതാക്കന്മാരെഴുതി, ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, പക്ഷേ നീ ഉദ്ദേശിച്ച തോട്ടമല്ല ഞാൻ ഉണ്ടാക്കിയത്. നീ ഉദ്ദേശിച്ചത് കർത്താവിനെ വെച്ച ഈ കല്ലറയുടെ തോട്ടമാണ് നീ ഉദ്ദേശിച്ചത്. എന്നാൽ ഞാൻ പണിത തോട്ടം ഏദൻ തോട്ടമാണ്. ഞാൻ ഏദൻ തോട്ടമാണ് ഉണ്ടാക്കിയത്. ഓ മറിയാമേ, ഞാൻ ജീവികൾ താൻ, ജീവൻ താൻ, ഞാൻ പുനരുത്ഥാനം തരുന്നവനാണ്, ഞാൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തരുന്നവനാണ്, ഞാൻ കൊല്ലപ്പെട്ടവൻ, ഞാൻ കല്ലറയാർന്നവൻ, ഞാൻ പിന്നെ ആരൊക്കെയാണ്? തൊട്ടിയിടരുത് തന്നെ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ തിരുരക്തവുമായിട്ട് പോകാൻ പോവുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ രക്തം കാണിച്ചിട്ട് പാപത്തിന് പരിഹാരം വരുത്താൻ ഞാൻ പോവുകയാണ്. കർത്താവിൻ്റെ കയ്യിൽ അവൻ്റെ സ്വത്തുണ്ട്. അതാണ് രണ്ടാമത്തെ സ്വത്ത്, അവൻ്റെ രക്തം. അവൻ്റെ സ്വത്ത് അവൻ്റെ വചനമായിരുന്നു. രണ്ടാമത്തെ സ്വത്ത് അവൻ്റെ രക്തമായിരുന്നു. ആ രക്തമായിട്ട് ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര ഭാഗ്യവാന്മാരായ പിതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ അർത്ഥമറിയാൻ മേല, അർത്ഥമറിയാൻ പാടില്ല. ഒന്നും മനസ്സിലാകാതെ പ്രിയപ്പെട്ടവരെ നാം പലപ്പോഴും മാറി മാറി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അർത്ഥമറിയണം പ്രിയപ്പെട്ടവരെ. സത്യമറിഞ്ഞിട്ട് നാം ആരാധിക്കണം, സത്യമറിഞ്ഞ് നാം പാടണം, അർത്ഥങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പാടണം. അതാണ് എല്ലാത്തിലും വചനമുണ്ട്. ഇന്നിപ്പോൾ പുസ്തകങ്ങളിൽ ഇഷ്ടംപോലെ വചനമുണ്ട്, നല്ല ഗീതങ്ങളുണ്ട്. പക്ഷേ എഴുതിയ പിതാക്കന്മാർ ആത്മാവിൽ എഴുതി, പാടുന്നവർക്കും അത് പ്രസംഗിക്കുന്നവർക്കും ആത്മാവില്ല എങ്കിൽ എഴുതിയത് ആത്മാവിലായതുകൊണ്ട് പ്രയോജനമുണ്ടോ? ശ്ലീബയാലവകാശധനം മുദ്രിതമാക്കി പീഡകളെ അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ ധനം പുറത്തു വന്നത് സ്ലീബായാലാണ്, കുരിശിൽ മരിച്ചപ്പോഴാണ്. കുരിശിൽ അവൻ്റെ വിലാപ്പുറത്തേക്ക് പട്ടാളക്കാരിൽ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, അപ്പോഴാ രക്തം പുറത്തേക്ക് വന്നു. അതാണ് അവൻ്റെ രണ്ടാമത്തെ ധനം. പ്രിയ ദൈവമക്കളെ, ഒന്നാമത്തെ ധനം അവൻ്റെ വചനമാണ്. ആ വചനമാണ് പെയ്യുന്നത്, ആ വചനമാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്, ആ വചനമാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നത്, ആ വചനമാണ് പാപത്തിൽ നിന്ന് മാറ്റുന്നത്. രണ്ടാമത്തെ രക്തം, ആ പടയാളികൾ ഒരുത്തനൊരു കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളമൊഴുകി. അതാണ് രക്തം. അത് സ്ലീബായാൽ അവകാശധനം മുദ്രിതമാക്കി പീഡകളാൽ അടിമ വിടർത്തി. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ട് സഹോദര. നിന്റെ പാപത്തിൽ നിന്നെ കരയേറ്റാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത്. എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? പ്രിയപ്പെട്ടവർ, എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യേശു ക്രിസ്തു എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത്. ഒന്നാമത്തെ കാര്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, റോമർ 8:3 വായിച്ചു നോക്കാം. എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പ്രിയപ്പെട്ടവരെ, ആദാം പാപം ചെയ്തത് അവൻ ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്നപ്പോഴാണ്. മനുഷ്യ ശരീരത്തിൽ ഇരുന്നപ്പോഴാണ് ആദാം പാപം ചെയ്തത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആദാമിൻ്റെ ശരീരം തന്നെ കർത്താവായ യേശു സ്വീകരിച്ചു. അവൻ മനുഷ്യാവതാരം ചെയ്തു. ദൈവം മനുഷ്യനായി അവതരിച്ചു. ആദാം ഏത് ശരീരത്തോടുകൂടെ പാപം ചെയ്തോ, ഞാനും നിങ്ങളും ഏത് ശരീരത്തോടുകൂടെ പാപം ചെയ്യുന്നുവോ? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ അവയവങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും തോറ്റുപോകുന്ന അതേ ശരീരത്തോടുകൂടെ തന്നെ പാപജഡമായിട്ട് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവൻ പാപം കൂടാതെ ജീവിച്ചു. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അവൻ ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. കാരണം മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാമെന്ന് കർത്താവ് തെളിയിച്ചു കൊടുത്തു. രണ്ടാമത്തെ കാര്യം, എബ്രായർ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം വായിക്കാം. എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, മക്കൾ, സ്വന്തം മക്കൾ, എൻ്റെ മക്കൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്
അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവന്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാ. മക്കൾ എന്ന് പറയുന്നത് നാമാണ്. ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന മനുഷ്യരായ നാം ജഡരക്തങ്ങളുള്ളവരാണ്. ജഡരക്തങ്ങളുടേതായ എല്ലാ വേദനകളും നമുക്കുണ്ട്, ഭയമുണ്ട്, പേടിയുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവരന്റെ മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മക്കൾ എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്ക് ജഡശരീരമുണ്ട്, മരണത്തെ പേടിയാ, മരണത്തെ നമുക്ക് ഭയമാ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളെപ്പോലെ തന്നെയുള്ളതായ ശരീരത്തോടുകൂടെ അവൻ വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് വന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി, മരണഭീതിയെ നീക്കി എന്ന് പറയുന്നു. മനുഷ്യന്റെ മരണഭയം മാറ്റാൻ യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചു. അവൻ നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു. മരണത്തെ ഭയപ്പെടാതെ അവൻ കാൽവരിയിൽ മരിച്ചു. നമുക്ക് മരണത്തെ പേടിയാ, യേശു മരണത്തെ പേടിച്ചില്ല. യേശുവിന് മരണത്തെ ഭയമുണ്ടായിരുന്നില്ല. കാരണം അവൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മരണം തന്നെയായിരുന്നു. പക്ഷേ നാം ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ വന്നതിന് ശേഷം ആ ഉദ്ദേശമൊക്കെ. പക്ഷേ യേശു മരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നതാണ്. കർത്താവായ യേശു മരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നതാണ്. നമ്മുടെ മരണഭയം മാറ്റുവാനും മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ജയിക്കുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് യേശു മനുഷ്യനായിട്ട് അവതരിച്ചത് എന്തിനാണ്? എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം വായിക്കാം. എന്തിനാണ് യേശു മനുഷ്യനായിട്ട് അവതരിച്ചത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ധൈര്യമായിട്ട്, ഏത് മദ്യപാനിയും, ഏത് ചീത്തയായി ജീവിച്ച സ്ത്രീയോ പുരുഷനോ ആകട്ടെ, ഏതെല്ലാം അവിധത്തിൽ നടന്നവരാകട്ടെ, ഏതെല്ലാം തരത്തിൽ ഗുണ്ടകളായി ജീവിച്ചവരാകട്ടെ, എല്ലാ തരത്തിലും നാറുമാറാക്കിയവരാകട്ടെ, കുടുംബം കലക്കിയവരാകട്ടെ, ദൈവമക്കളെ, ഏതൊരുത്തനും ധൈര്യമായിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് സ്വർഗീയ പിതാവിനോട് കരുണയും കൃപയും ചോദിക്കാനുള്ളതായ ആ ധൈര്യം നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തു വന്നതിന് വേണ്ടിയാണ്. നേരിട്ട് യേശുവിനോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഏത് പാപിക്കും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ അറിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് കരുണ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്. പ്രിയ ദൈവമക്കളെയും, ഇതിനാണ് യേശു വന്നത്. നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതെവിടെ നിന്ന് വരുന്നു അങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മുടെ പുസ്തകം നമുക്ക് അടച്ചു വയ്ക്കാം, ശാന്തമായി നമുക്ക് ചിന്തിക്കാം. ഈ രാത്രി സക്കായിയുടെ വീട്ടിലേക്ക് വന്നവൻ എൻ്റെ വീട്ടിലേക്ക് വരുമോ? അപ്രതീക്ഷിതമായിരുന്നു സക്കായിക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സക്കായി യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന്. ആരോടും ചോദിച്ചിട്ടില്ല യേശു അങ്ങനെ ഒരു ചോദ്യം ആരോടും ചോദിച്ചിട്ടില്ല. ഇറങ്ങി വന്ന വഴി, സക്കായിയെ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലാണ് പാർക്കാൻ പോണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടും ചോദിക്കാത്ത ചോദ്യങ്ങളുമായി യേശു കടന്നു വന്നിട്ടുണ്ട്. ആരോടും ഒരു കാലത്തും ചോദിക്കാത്ത ചോദ്യങ്ങളുമായി യേശു ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ തയ്യാറാണോ? നിങ്ങളെ അനുഗ്രഹിക്കാനാണ് അവൻ വരുന്നത്. നിങ്ങളെ അനുഗ്രഹിക്കാൻ, ഒന്നും കവർന്നുകൊണ്ട് പോകാനല്ല. അവൻ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നിനക്കുള്ള ആ മകനുണ്ടല്ലോ, ആ മകൻ എനിക്ക് തരണം. ഹല്ലേലൂയ. ആരോടും ചോദിച്ചിട്ടില്ല, അന്ന് വരെ ആരോടും ചോദിച്ചിട്ടില്ല. നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരണം. ഹല്ലേലൂയ. ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ എന്നോട് ചോദിച്ചത്? അബ്രഹാം ചോദിച്ചില്ല. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, ഞാൻ തയ്യാറ്. ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്നത് കൊടുക്കാൻ ഞാൻ തയ്യാറ്. ദൈവം ആവശ്യപ്പെടുന്നിടത്ത് മുട്ടുമടക്കാൻ ഞാൻ തയ്യാറ്. ദൈവം ആവശ്യപ്പെടുന്ന രൂപാന്തരത്തിന് എനിക്ക് മനസ്സാണ്. പാപം ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സാണ്. മദ്യപാനം വിടാൻ എനിക്ക് മനസ്സാണ്. കലഹം വിടാൻ എനിക്ക് മനസ്സാണ്. തന്ന ഭാര്യയെ സ്വീകരിക്കാൻ എനിക്ക് മനസ്സാണ്. സ്വന്തം ഭർത്താവിനെ പൊന്നുപോലെ കാക്കാൻ എനിക്ക് മനസ്സാണ്. കഴിവില്ലാത്ത ഭാര്യയെ
സംരക്ഷിക്കാൻ എനിക്ക് മനസ്സാണ്. എൻ്റെ മരുമകളെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സാണ്. എൻ്റെ അമ്മായിമ്മയെ സൂക്ഷിക്കാൻ എനിക്ക് മനസ്സാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെല്ലാം കർത്താവിനോട് പറയുന്നുണ്ട്, ആരോടും ചോദിക്കാത്ത ചോദ്യങ്ങളുമായിട്ടാണ് യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. മകനെ, ഞാൻ ചോദിക്കണത് എനിക്ക് തരാവോ? ഹല്ലേലൂയ. എനിക്കൊന്ന് കീഴ്പ്പെടാവോ? ഒന്ന് വിനയപ്പെടാവോ? ഒന്ന് ചെവികളിൽ നിന്ന് കേൾക്കാവോ? നിന്റെ വറുതി മാറ്റാനാണ് ഞാൻ വരുന്നത്. നീ ഇന്നും കേൾക്കാതെ പോയാൽ നിന്റെ ജീവിതത്തിലേക്ക് നീ വറുതി വിളിച്ചു വരുത്തുകയായിരിക്കും. നിന്റെ വറുതി മാറ്റാൻ, നിനക്ക് സമൃദ്ധി തരാൻ, നിനക്ക് സമാധാനം തരാൻ, അതിനാണ് ഞാൻ വന്നത്. അത് നീ എന്താണ് ചെയ്യേണ്ടത്? ഇതാ കാറ്റ് ഊതുന്നുണ്ട്. എവിടേക്കാണ് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? അറിയാൻ മേല. കാറ്റ് ഊതുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവാണ് വരുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. മകനെ, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. സഹോദരി, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി നിനക്കുള്ളതാണ്. ദൈവം നിന്നെ വിളിക്കുന്ന രാത്രിയാണ്. ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണ്. ദൈവകൃപ നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന രാത്രിയാണ്. സ്വർഗത്തിൽ പേരെഴുതുന്ന രാത്രിയാണ്. ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രവാഹമെടുത്തുന്ന രാത്രിയാണ്. ഇന്ന് നിന്റെ രാത്രിയാണ്. ഇന്ന് നീ സന്തോഷിച്ചാൽ, ഇന്ന് നീ കർത്താവിനെ സ്വീകരിച്ചാൽ ദൈവരാജ്യത്തിലാണ് നിന്റെ ഭാവി എന്ന് അറിഞ്ഞുകൊള്ളുക. മടങ്ങിപ്പോകല്ലേ, സ്വീകരിക്കാതെ മടങ്ങല്ലേ, തുറന്നു കൊടുക്കാതെ മടങ്ങല്ലേ, വാതിലടച്ചിട്ട് മടങ്ങല്ലേ. വാതിലടച്ചിട്ട് മടങ്ങിയാലും തീക്കോതിമോസ് വന്നതുപോലെ കാലം കഴിഞ്ഞ് നീ മടങ്ങി വരും. അപ്പോൾ നിനക്ക് നഷ്ടമായിരിക്കും. ഇന്ന് നീ തിരിഞ്ഞാൽ, സഹോദരീ സഹോദരന്മാരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ മേലെല്ലാം കാറ്റ് ഊതുന്നുണ്ട്, ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആർക്കെല്ലാം ഒരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. ആരെല്ലാം പറയുന്നുണ്ട്, എനിക്ക് പിശാചിൻ്റെ കൂടെ ജീവിച്ച് മതിയായി, എനിക്ക് ദുഷ്ടൻ്റെ കൂടെ ജീവിച്ച് മതിയായി. ഭർത്താവല്ല ദുഷ്ടൻ, ഭാര്യയല്ല ദുഷ്ടൻ, പിശാചാണ് ദുഷ്ടൻ. കോപിപ്പിക്കുന്ന ദുഷ്ടൻ, മദ്യപിപ്പിക്കുന്ന ദുഷ്ടൻ, കലഹമുണ്ടാക്കുന്ന ദുഷ്ടൻ, അവൻ്റെ കൂടെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടണം ആഗ്രഹമുള്ള ആ ചിന്ത എനിക്ക് മതി. എനിക്ക് ബഹുമാനിക്കണം, എനിക്ക് സ്നേഹിക്കണം, എനിക്ക് ആദരിക്കണം, എനിക്ക് ഉയർത്തിയെടുക്കണം, എനിക്ക് വളർത്തിയെടുക്കണം, എനിക്ക് ആവുന്നത്ര സ്നേഹിക്കണം. ആർക്കെല്ലാം തീരുമാനം വരുന്നുണ്ട്? കാറ്റടിക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. ആരുടെയെല്ലാം ഹൃദയത്തിലേക്ക് കാറ്റ് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ സ്തോത്രം. ഞാൻ നിങ്ങളോട് കൈവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്, ആരെല്ലാം ഉള്ളിൽ കുത്തുകൊള്ളുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനയോടെയൊക്കെയോ ചെന്ന് കുത്തുന്നുണ്ട്. ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ, ചില അവയവങ്ങളുടെ ബന്ധനം മാറ്റാൻ യേശു ഇറങ്ങി വരുന്നുണ്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ കഴിപ്പാൻ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. നിന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന്, നിന്റെ അവയവങ്ങളിൽ പോരാടുന്ന അധമ വികാരങ്ങളിൽ നിന്ന്, നിന്റെ മർദ്ദന മോഹത്തിൽ നിന്ന്, നിന്റെ അധമ വികാരങ്ങളിൽ നിന്ന്, നിന്റെ ബ്ലൂ ഫൈവിൽ നിന്ന്, നിന്റെ അശുദ്ധിയിൽ നിന്ന്, ഹല്ലേലൂയ സഹോദര, നിന്റെ നിരാശ കുഴിയിൽ നിന്ന് നിന്നെ കയറ്റിയെടുക്കാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുക ദൈവമക്കളെ, വിശ്വസിക്കുക. വിശ്വാസം യേശുവിനോട് പറയുക. യേശുവിൽ വിശ്വസിക്കുക, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുക. പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യം കാണുകയുള്ളൂ. കർത്താവിനോടൊരു വാക്ക് മാത്രം പറയാം, യേശുവേ, നീ എൻ്റെ അടുക്കലേക്കൊന്ന് വരണം. ഈ സ്വർഗീയ കാറ്റ് എന്നെ ഒന്ന് വീശണം, എന്നെ ഒന്ന് തൊടണം. സ്വർഗീയ കാറ്റ് നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാം പ്രാവേ നീ എന്നിൽ വന്നിരിക്കുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാം പ്രാവേ നീ എന്നിൽ വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാറ്റൂതുന്നുണ്ട്, പ്രാവ് വരുന്നുണ്ട്, തലമേലിരിക്കാൻ പ്രാവ് വരുന്നുണ്ട്. ആരെല്ലാം തലവണക്കി കൊടുക്കുന്നുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. ആരെല്ലാം തലവണക്കി കൊടുക്കുന്നുണ്ട്? പ്രാവിനടക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ പ്രാവിന് എൻ്റെ തലമേലിരിക്കാൻ സഹോദരിമാരെ നിങ്ങൾക്ക് അനുവാദം കൊടുക്കാവോ? പ്രിയ കുഞ്ഞെ, നിനക്ക് അനുവാദം കൊടുക്കാവോ? സഹോദര, നിനക്ക് അനുവാദം കൊടുക്കാവോ? ആ പ്രാവെന്ന് പറഞ്ഞിരിക്കട്ടെ. ആ പ്രാവ് നിൻ്റെ തലമേൽ വന്നിരിക്കട്ടെ. അത് സമാധാനത്തിൻ്റെ പ്രാവാണ്, അത് വിശുദ്ധിയുടെ പ്രാവാണ്, അത് സ്നേഹത്തിൻ്റെ പ്രാവാണ്, അത് സമാസസ്ഥയുടെ പ്രാവാണ്, അത് ദൈവരാജ്യത്തിൽ നിന്ന് വന്ന പ്രാവാണ്. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിവുള്ള പ്രാവാണ്. ആ പ്രാവിന് ഇടം കൊടുക്കുക, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക. സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശണമേ, സ്വർഗീയ പ്രാവേ എൻ്റെ മേൽ വന്നിരിക്കണമേ. ആ വെള്ളപ്രാക്കൾ ഇറങ്ങി വരട്ടെ, സ്ഥലമേൽ ഇറങ്ങി വരട്ടെ, ആത്മാവ് വ്യാപരിക്കട്ടെ. ആത്മാവിനെ കൊതിയോടെ ആഗ്രഹിക്കുന്നവരെല്ലാം ഉണ്ട്. അവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, ഈ കാറ്റെൻ്റെ മേലെ നൂതനമേ, ഈ പ്രാവിൻ്റെ തലമേലെന്ന് വന്നിരിക്കണമേ. ഈ തല ദുഷ്ടതയുള്ളതാണ്, ഈ തല ചീത്തയാണ്, ചീത്ത ചിന്തകളുള്ളതാണ്. അതിൻ്റെ മേൽ ഇതാ വിശുദ്ധിയുടെ പ്രാവ് ഇറങ്ങട്ടെ, ആത്മാവ് ഇറങ്ങട്ടെ, ആത്മാവ് സൗഖ്യം തരട്ടെ, ആത്മാവ് ബന്ധനക്കയറുകളെ പൊട്ടിക്കട്ടെ,
വിടുവിക്കട്ടെ, ദുരാത്മാക്കളെ വിടുവിക്കട്ടെ. മദ്യപാനത്തിന്റെ ബന്ധനം മാറട്ടെ, കലഹബന്ധനം മാറട്ടെ, ശാപബന്ധനങ്ങൾ അഴിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ മക്കളെ നീ സ്നേഹിച്ച കൃപയ്ക്കായി സ്തോത്രം. നിന്റെ ധനം നീ വിളമ്പിയതിനാൽ സ്തോത്രം. നിന്റെ വചനമാകുന്ന ധനം, നിന്റെ രക്തമാകുന്ന ധനം ഈ മക്കളുടെ മേൽ വിളമ്പിയ അത്ഭുത സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, തന്ന കൃപകൾക്കായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.